ഹലോ ഗൈസ്, വെൽക്കം ടു ടെക്കീന. ഓൺലൈൻ പാഠ്യപദ്ധതി ആരംഭിച്ചപ്പോൾ മുതൽ വളരെ പ്രചാരം നേടിയ 2-3 ആപ്ലിക്കേഷനുകളാണ് മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം തുടങ്ങിയവ. അതിൽ കോളേജ് സ്കൂളുകളിൽ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് ടീംസും ഗൂഗിൾ മീറ്റും ഒക്കെയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ മീറ്റ് ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷനുകളെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ്. അതിൽ നിന്ന് നമ്മൾ ഗൂഗിൾ മീറ്റ് ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് അത് സെർച്ച് ചെയ്യും. ടൈപ്പ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് ഓപ്പൺ അൺഇൻസ്റ്റാൾ എന്ന ഓപ്ഷനാണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് അവിടെ ഇൻസ്റ്റാൾ എന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പം ഗൂഗിൾ പേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇതുപോലെ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ ആയിരിക്കും ആദ്യമായിട്ട് ഗൂഗിൾ മീറ്റ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഇൻസ്റ്റാൾ ബട്ടനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ഗൂഗിൾ മീറ്റിൻ്റെ ഒരു പ്രത്യേകത, ആ ഒറ്റ വീഡിയോ ലിങ്കിൽ 250 ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിന് ടൈം ലിമിറ്റ് ഒന്നുമില്ല എന്നതാണ്. ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഗൂഗിൾ മീറ്റ് കൂടുതലും പ്രചാരത്തിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് തുറക്കുന്നു. കാരണം വാട്സപ്പിൽ കൂടാണ് കൂടുതലും ലിങ്കുകൾ ഷെയർ ചെയ്യുന്നത്. വാട്സപ്പിൽ നമ്മൾ ഏത് ഗ്രൂപ്പിലെ ലിങ്കിനാണോ കയറേണ്ടത് ആ ഗ്രൂപ്പിൽ കയറുന്നു. ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. ആ ഗ്രൂപ്പിൽ ഈ ലിങ്ക് വന്നു. ആ ലിങ്കിലാണ് എനിക്ക് കയറേണ്ടത്. അപ്പം ഞാൻ ആ ലിങ്കിൽ പ്രസ് ചെയ്യും. ലിങ്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരും, ഓപ്പൺ വിത്ത് മീറ്റ് അല്ലെങ്കിൽ ക്രോം. നമ്മൾ മീറ്റിന് ഗൂഗിൾ മീറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൾവൈസ് കൊടുത്ത് ഗൂഗിൾ മീറ്റിൽ കയറും. കുറച്ച് സമയം എടുക്കും ഇച്ചിരി ഓപ്പണായി വരാൻ വേണ്ടി. അത് കഴിയുമ്പോൾ നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി നമ്മൾ വീഡിയോയും മൈക്രോഫോണും ഇനിഷ്യലി നമ്മൾ ഓഫ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആസ്ക് ടു ജോയിൻ, ആദ്യമായിട്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറുകയാണെങ്കിൽ ആസ്ക് ടു ജോയിൻ എന്ന് കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. കുറച്ച് ഒരു 10-15 സെക്കൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ആ മീറ്റിൽ കയറാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾ രണ്ടാമത് കയറാവാണെങ്കിൽ നിങ്ങൾക്ക് ആസ്ക് ടു ജോയിൻ വരത്തില്ല, ജോയിൻ എന്ന ബട്ടൺ മാത്രമേ വരത്തുള്ളൂ. നേരെ ജോയിൻ പ്രസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മീറ്റിലേക്ക് കയറാം. ആദ്യമായിട്ട് കയറുന്നവർക്ക് ആസ്കിങ് ടു ജോയിൻ എന്നൊരു ഇത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ലിങ്ക് ആരാണോ നൽകിയത് അവരാണ് ഇതിൻ്റെ അഡ്മിൻ. അപ്പോൾ ആ അഡ്മിൻ അലോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അത് കഴിയുമ്പം നമ്മുടെ മീറ്റ് ഓപ്പണായി വന്നു. നിലവിൽ 2 പേര് മാത്രമേ ഉള്ളൂ. എത്ര പേര് ജോയിൻ ചെയ്തെന്ന് അവിടെ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മൈക്രോഫോൺ, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വീഡിയോയുടെ. അവസാനം മീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ആ റെഡ് ഫോൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മീറ്റിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകും. നിങ്ങൾ സിസ്റ്റത്തിൽ നിന്നാണ് ലിങ്കിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ, അതായത് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പിൽ നിന്നാണെങ്കിൽ ഈ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി ഗൂഗിൾ ക്രോം ഓപ്പണായി വരും. ഇതുപോലെ തന്നെ ഉള്ള സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റം വഴിയും ഈ മീറ്റിൽ കയറാൻ സാധിക്കും. അതല്ല നിങ്ങൾക്ക് ഐഫോൺ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ജിമെയിൽ ആപ്പ് മതി നിങ്ങൾക്കൊരു മീറ്റിൽ കയറാൻ. കാരണം ജിമെയിൽ ആപ്പിൽ ഗൂഗിൾ മീറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വാട്സപ്പിൽ ലിങ്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക, ജിമെയിൽ ആയിരിക്കും ഓപ്പണായി വരുന്നത്. അതുവഴി നിങ്ങൾക്ക് മീറ്റിൽ കയറാൻ സാധിക്കും. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഗൈസ്. താങ്ക് യു ഓൾ.